ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഫെബ്രുവരി 10 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. സോഷ്യലിസ്റ്റ് നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം. അദ്ദേഹത്തിന് 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2 തവണ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. 1978 സർക്കാർ ഉദ്യോഗങ്ങളിൽ പിന്നാക്ക വിഭാഗക്കാർക്ക് 26% സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന മുഖരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് കർപ്പൂരി ഠാക്കൂർ നടപ്പാക്കിയിരുന്നു. നർത്തകി പത്മ സുബ്രഹ്മണ്യം, മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, നടനും മുൻ കേന്ദ്രമന്ത്രിയുമായ ചിരഞ്ജീവി, നടിയും നർത്തകിയുമായ വൈജയന്തിമാല, അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പഥക് എന്നിവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, നടൻ വിജയകാന്ത്, ഗായിക ഉഷ ഉദുപ്, നടൻ മിഥുൻ ചക്രവർത്തി, മലയാളിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാൽ എന്നിവർ ഉൾപ്പെടെ 17 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം. ചിത്രൻ നമ്പൂതിരിപ്പാട്, EP നാരായണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, മുൻ നാരായണ പ്രസാദ്, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബള്ളേരി എന്നിവരാണ് പത്മശ്രീ ലഭിച്ച മലയാളികൾ. ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തി ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ പേടകം. ഇതോടെ ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ മാറി. ചന്ദ്രന്റെ മധ്യരേഖ തൊട്ട് തെക്ക് ഭാഗത്തുള്ള ഷിയോലി ഗർത്തത്തിന്റെ ചരിവിലാണ് പേടകം ഇറങ്ങിയത്. 2023 സെപ്റ്റംബർ 7 ജപ്പാനിലെ തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നാണ് പേടകം വിക്ഷേപിച്ചത്. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സഭയുടെ കണക്കനുസരിച്ച് 1 മിനിറ്റ് 24 സെക്കൻഡാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിനായി എടുത്തത്. കേരളത്തിൽ ഗവർണർ ജ്യോതി വെങ്കിടാചാലത്തിന്റെ പേരിലായിരുന്നു ഇതിനു മുൻപ് ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ റെക്കോർഡ്. ഏകദേശം 4 മിനിറ്റായിരുന്നു അവരെടുത്തത്. 6ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനത്തിലായിരുന്നു അത്. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. ജനുവരി 22 പകൽ 12:08 12:30 ഇടയിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിന്റെ മുഖ്യ യജമാന സ്ഥാനം വഹിച്ചത്. പ്രത്യേകം ക്ഷണിച്ച 8000 പേർക്ക് മാത്രമാണ് ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. കർണാടക മൈസൂരു സ്വദേശിയായ അരുൺ യോഗിരാജ് ആണ് 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം നിർമ്മിച്ചത്. ബാലക് രാം എന്നാണ് വിഗ്രഹത്തിന്റെ പേര് നൽകിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 2.88 ലക്ഷം കന്നി വോട്ടർമാരാണെന്ന് കണക്കുകൾ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 18 മുതൽ 19 വയസ്സ് പ്രായക്കാരാണിവർ. ആകെ 2.70 കോടി വോട്ടർമാരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് കോഴിക്കോട് ജില്ലയിലും. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. ചൈനയാണ് 1ാമത്. 2023 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ആഭ്യന്തര സ്റ്റീൽ ഉപഭോഗം 75.765 ദശലക്ഷം ടണ്ണിൽ നിന്ന് 14.3% വർധനയോടെ 89.711 ദശലക്ഷം ടണ്ണിലെത്തി. ഓട്ടോമൊബൈൽ
പ്രതിരോധം, ഇൻഫ്രാസ്ട്രക്ചർ മേഖല തുടങ്ങി നിരവധി ഘടകങ്ങളാണ് സ്റ്റീൽ ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി മാറുന്നതെന്ന് വ്യവസായ രംഗം കരുതുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യത്തെ കടൽ ഭക്ഷണ റെസ്റ്റോറന്റായ സീ ഫുഡ് കഫേ തിരുവനന്തപുരം ആഴക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കാൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യഫെഡാണ് കഫേ ആരംഭിച്ചത്. 1.5 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കാര്യവട്ടത്തെ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിക്ഷേപകരും കായിക താരങ്ങളും കായിക മേഖലയിലെ വിദഗ്ധരുമടക്കം നിരവധി പേർ ഉച്ചകോടിയുടെ ഭാഗമായി. രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ കേരളത്തെ സൂപ്പർ പവറായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. 1850 ശേഷം ഏറ്റവും ചൂടേറിയ വർഷമായി 2023. 1850 ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയത്. യൂറോപ്യൻ യൂണിയനിന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം എൽനിനോ പ്രതിഭാസവും ചൂട് വർദ്ധിക്കുവാൻ കാരണമായി. 2023 ആഗോള താപനില 1.48 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചിരുന്നു. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ സംരംഭമായ പൃഥ്വി വിജ്ഞാൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 2026 വരെയുള്ള കാലയളവിൽ 4797 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. അന്തരീക്ഷം, സമുദ്രം, കാലാവസ്ഥ എന്നിവയിലുള്ള ദീർഘകാല നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുക, അവയുടെ സ്വാഭാവികത നിലനിർത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലമുള്ള അപകടങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള മോഡലിംഗ് സംവിധാനങ്ങളുടെ വികസനം, സമുദ്രവിഭവങ്ങളുടെ സുസ്ഥിരമായ വിനിയോഗം എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത്? ഉത്തരം PK വീരമണിദാസൻ. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് വേദി? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി? ഉത്തരം കാസർഗോഡ്. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരം? ഉത്തരം SL നാരായണൻ. 2024 ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ വേദി? ഉത്തരം മഹാജൻ. ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് സൈനിക അഭ്യാസത്തിന് പേര് നൽകിയിരിക്കുന്നത്. അടുത്തിടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. പുരുഷ ടെന്നീസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം? ഉത്തരം രോഹൻ ബൊപ്പണ്ണ. അടുത്തിടെ SBIയെ പിന്തള്ളി വിപണി മൂല്യത്തിൽ രാജ്യത്ത് 1ാമതെത്തിയ പൊതുമേഖലാ സ്ഥാപനം? ഉത്തരം LIC. കൂച്ച് ബീഹാർ ക്രിക്കറ്റ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം? ഉത്തരം പ്രാക്കർ ചതുർവേദി. ഇതോടെ 2024 ഫെബ്രുവരി 10 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.